ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെൻ്ററുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, മദ്രസ ഉൾപ്പെടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സ്കൂളുകൾ, മദ്രസകൾ, നഴ്സറികൾ, അതോടൊപ്പം തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും. മുഴുവൻ വിദ്യാർത്ഥികളും താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ തുടരുന്നതിനാലും അതോടൊപ്പം തന്നെ പ്രളയബാധിത ക്യാമ്പുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. അതേസമയം കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയുടെയും പ്രതികൂല കാലാവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധിയായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വയനാട് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരണപ്പെട്ടതായിട്ടും 7 പേരെ കാണാതായതായിട്ടും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചതായിട്ടും ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിന് 2 പേർക്ക് എന്ന നിലയിൽ ദിവസവും 300 രൂപ വീതം നൽകുമെന്നും നിലവിൽ സംസ്ഥാനത്തുടനീളം 316 ക്യാമ്പുകളിലായിട്ട് 11,018 പേരാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് SDRF ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും CMDRF ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും PMNRFിൽ നിന്ന് 2 ലക്ഷം രൂപയും ചേർത്ത് ആകെ 8 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കും. കൂടാതെ വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നവർക്കുള്ള ധനസഹായം 4 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായിട്ടും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചതായിട്ടും അറിയിച്ച മുഖ്യമന്ത്രി കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം തുക എത്രയെന്ന് ഉറപ്പുവരുത്തി അറിയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.